ഹലോ നമസ്കാരം. കാർഗിലാണ്. ഇതാണ് ഞങ്ങൾ കാർഗിലിൽ താമസിക്കുന്ന ഹോട്ടൽ. ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ശ്രീനഗറിലേക്കാണ്. ഞങ്ങളെല്ലാവരും ബൈക്കുകളൊക്കെ എടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ലഗേജ് വാൻ ഇവിടെ കിടക്കുന്നുണ്ട്. ലഗേജ് മുഴുവൻ കയറ്റി നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും പേരുണ്ട് ഞങ്ങൾ. ഇത് മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ ബൈക്കുകൾ. അത് മുകളിൽ കുറേ ബൈക്കുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ശ്രീനഗറിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. കാർഗിലിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള വഴിയിലാണ് കാർഗിൽ വാർ മെമ്മോറിയൽ. പോകുന്ന വഴിക്ക് വാർ മെമ്മോറിയലും കൂടിയും കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇന്നലെ കാർഗിലിലേക്ക് വരുമ്പോൾ കണ്ട അതേ ടൗണിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ലേയിൽ നിന്ന് കാർഗിലിലേക്ക് ഞങ്ങൾ വന്നത് ഈ ഒരു പുഴയുടെ വലതുവശത്തുള്ള മലയുടെ മുകളിൽ കൂടെയാണ്. ഞങ്ങൾ ആ വശത്തേക്ക് കിടക്കണില്ല, നേരെയാണ് പോണത് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. കാർഗിൽ ടൗണിൽ തിരക്ക് തുടങ്ങണതേ ഉള്ളൂ. വീടുകളൊക്കെ കണ്ടില്ലേ, അടുക്കി വെച്ച പോലെയാണ് ഇവിടുത്തെ വീടുകൾ. അതിൻ്റെ മുന്നിൽ കൂടെ ടൗണിലെ തിരക്ക് വല്ലാതാവുന്നതിൻ്റെ മുന്നെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോണത്. ഞങ്ങൾ വളരെ നേരത്തെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാർഗിൽ ഉണർന്നു വരണേ ഉള്ളൂ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിറച്ച് ജനങ്ങളുള്ള ഒരു ഏരിയ തന്നെയാണ് കാർഗിൽ. പ്രത്യേകിച്ച് കാർഗിൽ ടൗണിൽ മാത്രമല്ല, വില്ലേജിൽ പോയി കഴിഞ്ഞാലും ഇഷ്ടംപോലെ ആൾക്കാരുള്ള ഏരിയ തന്നെയാണ്. പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ വില്ലേജുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ കാർഗിൽ ടൗണിനോട് വിട പറഞ്ഞിട്ട് നേരെ പോവുകയാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ട് ആ റോഡ് കൂടെ ആയിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്തോ ഒരു പൈപ്പ് പൊട്ടി ഒഴുകിയിട്ടുള്ള വെള്ളം ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഇതേ ആ പാലം കടന്നിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഇവിടുന്ന് നേരെ ശ്രീനഗർ റോഡിലേക്ക് കയറി. അതാണ് കാർഗിൽ വാർ മെമ്മോറിയൽ. കാർഗിൽ വാർ മെമ്മോറിയൽ ഹൈവേയിൽ തന്നെയാണ്. NH1 ആണത്. കാർഗിലിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ഹൈവേ ആണ്. ഞങ്ങളുടെ കോ റൈഡേഴ്സൊക്കെ വരുന്നുണ്ട്. ഇവിടെയാണ് ബൈക്ക് പാർക്കിംഗ്. തൊട്ടപ്പുറത്ത് തന്നെ ഇഷ്ടം പോലെ കാർ പാർക്കിങ്ങും ഉണ്ട്. കാർഗിൽ വാർ മെമ്മോറിയൽ 10 മണിക്കാണ് ഓപ്പൺ ആവുക. എല്ലാവരും ID കാർഡൊക്കെ കയ്യിലെടുക്കണം. വരുന്നവർ ID ഇവിടെ കാണിച്ചു കൊടുക്കണം. മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാവരുടെയും ID കയ്യിൽ വയ്ക്കണം, മറക്കരുത്. കാർഗിൽ വാർ മെമ്മോറിയൽ ID ഒക്കെ വെരിഫൈ ചെയ്ത ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിയത്. ഇതാണ് കാർഗിൽ വാർ മെമ്മോറിയലിൻ്റെ ഉൾഭാഗം. കാർഗിൽ വാറിൽ മരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് കാർഗിൽ വാർ മെമ്മോറിയൽ നിർമ്മിച്ചിട്ടുള്ളത്. 1999 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാർഗിൽ വാർ മെമ്മോറിയത്തിൻ്റെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ രണ്ട് വശത്തുമായിട്ട് പ്രശസ്തരായിട്ടുള്ള സോൾജേഴ്സിൻ്റെ ഒരു
സ്റ്റാച്ചു നമുക്ക് കാണാം. അതിൽ ആരാണെന്നും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾക്ക് നേരെ ആദ്യം കാണുന്ന ഇന്ത്യയുടെ ഒരു ഫ്ലാഗാണ്. അവിടെയുള്ള ചുമരിൽ കാർഗിൽ യുദ്ധത്തിൽ മരിച്ച എല്ലാ ധീര ജവാന്മാരുടെയും പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഇടതുവശത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീർഭൂമി കാണാം. കാർഗിലിൽ ഇന്ന് വരെ മരിച്ച എല്ലാ ധീര ജവാന്മാരുടെയും ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അവിടെ ഓരോ ജവാന്മാർക്ക് വേണ്ടിയിട്ടും പിങ്ക് കളറിലുള്ള ഇതേപോലെ ലൈം സ്റ്റോൺ പതിച്ച് അതിലെ ഒരു ഫലകത്തിൽ അവരുടെ ഓരോ ജവാന്മാരുടെയും പേരും അവർ മരിച്ച സമയവും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ മലയാളി പേരുകളൊക്കെ ഞങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് ഇമോഷണലായി പോകും കേട്ടോ. ഓരോ പോയിന്റിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ ഡിസ്ക്രൈബ് ചെയ്ത് തരും. നമുക്കത് അവിടെ ഗ്രൂപ്പ് കാണാമല്ലേ, അങ്ങനെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്താണ് സംഭവം. It is an altitude of 16,000 feet above sea level. In 1999, battles were fought in Dras, Kargil, Bataling and Turku subsector. In Dras sector, Pakistani army had occupied Kolding Hill with over 100 men and very effectively interacted. Balwant Singh and his platoon awarded the Mahavir Chakra. In Bataling sector, 1st Battalion of 11 Gorkha Rifle was tasked to recover. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പലരും അവിടെ നിന്നിട്ട് ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്തു. ഇതിൻ്റെ ഉള്ളിൽ മനുഷ്യരുടെ എല്ലാവരുടെയും ഫോട്ടോസ്, അവരുടെ കുറേ പേരുടെ ലാസ്റ്റ് ലെറ്റർ ഒക്കെ വെച്ചിട്ടുണ്ട്, ഭയങ്കര ഇമോഷണലി. പിന്നെ ഉള്ളത് എന്താണ് അതിൻ്റെ ഉപയോഗിച്ച ആയുധങ്ങൾ, പിന്നെ പാകിസ്ഥാൻ്റെ ഫ്ലാഗ് തല തിരിച്ചിട്ടിട്ടുണ്ട് ഇതിൽ. റിമംബറൻസ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല. എന്ത് ബാക്കിൽ കാണുന്ന 3 കുന്നുകളില്ലേ, അതാണ് ടൈഗർ ഹില്ലും ബ്ലാക്ക് ടോപ്പും റൈനോ ഹോൺ. അതിലാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഭയങ്കര പ്രൗഡും ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണിത്. ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെയൊക്കെ എന്താണെന്നുള്ളത് പറ്റിയിട്ടും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബോഫോഴ്സ് ഗണ്ണാണത്. രാജീവ് ഗാന്ധി കൈക്കുഴ വാങ്ങിയത് എന്ന് പറയപ്പെടുന്നത്. തിരിച്ച് നടക്കുന്നു. എവിടെയും വിക്രം ബത്ര പോയിന്റ്. ഇങ്ങനെ ഒരുപാട് പേരുടെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം ധീരന്മാരായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പേര് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഹെലിപാഡാണ് ഇത്. ഇത് ടോലോലിംഗ് ഹിൽസ്. ഇവിടുന്ന് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഒരു ആർമിക്കാർക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട്. പിന്നെ ആ മേഘത്തിൻ്റെ ഇടയിൽ കാണുന്ന ടൈഗർ ഹില്ല്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഇങ്ങനെ കുറ്റി മാതിരി കാണുന്ന ആണ് റൈനോ ഹോൺ. അതിൻ്റെ ഏറ്റവും അറ്റത്ത് കാണുന്ന ഇതില്ലേ, അതാണ് ബാത്ര പോയിന്റ്. മേജർ ബാത്ര അവിടെ വെച്ചിട്ടാണ് മരിച്ചത്. ആണ് ഫസ്റ്റ് ക്യാപ്ചർ ചെയ്തത്. ആ മലയുടെ നടുവിൽ കാണുന്നത് പാകിസ്ഥാൻ പട്ടാളക്കാരെ അടക്കം ചെയ്തിട്ടുള്ളതാണ്. മരിച്ച പട്ടാളക്കാരുടെ ബോഡി അവരുടെയാണെന്ന് സമ്മതിക്കാനോ കൊണ്ടുപോകാനോ പാകിസ്ഥാൻകാർ തയ്യാറായില്ല. അങ്ങനെ അവരുടെ ആചാരപ്രകാരം ഇന്ത്യൻ പട്ടാളക്കാർ ഇവിടെ അവരെ അടക്കിയതാണ്. ഇതെല്ലാം കണ്ടും കേട്ടും തികച്ചും വികാരഭരിതരായിട്ടാണ് എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളും അതുപോലെ തന്നെ വെള്ളവും ക്യാൻറ്റീനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ശ്രീനഗറിലേക്ക് യാത്ര തുടർന്നു. ഒരുപാട് വില്ലേജുകളും അതുപോലെ ഒരുപാട് കൃഷിസ്ഥലങ്ങളും ഒക്കെ ഞങ്ങൾ പോകുന്ന വഴിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂട്ടം കൂട്ടമായിട്ട് ചെമ്മരിയാടിനെ കൊണ്ടുപോകുന്നതും പശുക്കളൊക്കെ മേഞ്ഞ് നടക്കുന്നതും ഒക്കെ ഈ ഒരു വഴിയിൽ കാണുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് തന്നെയാണ് ദ്രാസ്. ദ്രാസ് കാർഗിൽ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ടൗണാണ്. കാർഗിൽ വാർ മെമ്മോറിയൽ വരുന്നത് ദ്രാസിലാണ്. കാർഗിൽ വാർ മെമ്മോറിയലിന് ദ്രാസ് മെമ്മോറിയൽ എന്നുള്ള ഒരു പേരും കൂടി ഉണ്ട് അത്രേ. ദ്രാസിൻ്റെ പ്രത്യേകത അതൊന്നുമല്ല കേട്ടോ. ലോകത്തിലെ ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിൽ 2ാം സ്ഥാനമുള്ളത് ദ്രാസിനാണ്. വിൻ്ററിൽ ഭയങ്കര തണുപ്പാണ് അത്ര ഇവിടെ ഉണ്ടാവുക.
അതൊക്കെ അവഗണിച്ചിട്ട് ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന വലിയൊരു പട്ടണം തന്നെയാണ് ദ്രാസ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ കൂട്ടം കൂട്ടമായിട്ട് ആടുകളെ മേയ്ക്കാൻ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ കാണാം. ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു പട്ടി ഉണ്ടാവും. ആടിൻ്റെ കൂട്ടം റോഡിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ പട്ടി ഒന്ന് കുരയ്ക്കും. അതോടെ വേഗം അവർ സൈഡിലേക്ക് മാറി നിൽക്കുന്നതാണ്. നല്ല കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അത്. മുന്നിൽ ഈ കാണുന്ന ഒരു കവാടം കിടക്കുന്നതോടെ നമ്മൾ ലഡാക്ക് റീജിയൻ കഴിഞ്ഞിട്ട്, ലേയും കാർഗിലും തുടങ്ങിയിട്ടുള്ള ലഡാക്ക് റീജിയൻ കഴിഞ്ഞിട്ട് കാശ്മീരിലേക്ക് കിടക്കുകയാണ്. കാശ്മീരിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ സോജില പാസ് വഴിയാണ് ശ്രീനഗറിലേക്ക് എത്തുന്നത്. ആ കാഴ്ചകൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.